താലിയുടെ ബന്ധം പറഞ്ഞ് എന്റെ പിന്നാലെ വരാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. മാത്രമല്ല, ഒരു ദിവസത്തെ ബന്ധം മാത്രമേ തമ്മിലുള്ളൂ. അതും ഈ താലി കെട്ടിയെന്ന ബന്ധം. അതിൽ കവിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിച്ചെടുത്തോളാം. അതും പറഞ്ഞയാൾ അവളുടെ താലി അഴികാനായി കൈ ഉയർത്തിയതും അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. തൊട്ടുപോവരുത്, അവൾ ദേഷ്യത്തോടെ അവനോട് അലറി. ദേ കുട്ടി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ വീടെവിടെയാ എന്ന് പറയ്. ഞാൻ തന്നെ അവിടെ കൊണ്ടുചെന്നാക്കി വീട്ടുകാരോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അവൻ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിടും വീട്ടുകാരൊന്നുമില്ല. അവൾ അകലേക്ക് നോക്കി ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. വെറുതെ അല്ല, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. പിന്നെ എങ്ങനെ വഴിതെറ്റാതിരിക്കും? അവൻ അവളെ നോക്കി ഒന്ന് പൂജിച്ചു. അവൾ വേഗം തന്റെ ബാഗുമായി ജീപ്പിൽ കയറിയിരുന്നു. നീ ആരോട് ചോദിച്ചിട്ടാടി എന്റെ വണ്ടിയിൽ കയറിയത്? ഇറങ്ങടി പുല്ലേ പുറത്ത്. അവൻ ഉറക്കെ അലറിയെങ്കിലും അവൾ ഭാവവ്യത്യാസമൊന്നുമില്ലാതെയിരുന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തതും ഡിസ്പ്ലേയിൽ കണ്ട പേര് കണ്ട് അവന്റെ മുഖഭാവം മാറി. അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവൻ നേരെ ഡ്രൈവർ സീറ്റിൽ കയറി ജീപ്പ് മുന്നോട്ടെടുത്തു. ആ ജീപ്പ് നേരെ ചെന്ന് നിന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടിന്റെ മുന്നിലാണ്. ജീപ്പ് നിർത്തി അയാൾ നേരെ പുറത്തിറങ്ങി. ആ വീടിന്റെ ഒരു സൈഡിൽ ഗാർഡനായിരുന്നു. അവിടെ ഓർക്കിഡ്, റോസ് പോലുള്ള കുറെ പൂക്കളുണ്ട്. എത്ര ദിവസായി ബി നീ ഇവിടെ നിന്നും പോയിട്ട്? നീ എവിടെയായിരുന്നു? ജീപ്പിന്റെ ശബ്ദം കേട്ടതും അമ്മ മുറ്റത്തേക്കിറങ്ങി വന്നു. പ്രതീക്ഷിക്കാതെ ബിയുടെ ഒപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ടപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. മോനെ, ഈ പെൺകുട്ടി? അമ്മ ആ പെൺകുട്ടിയെ കണ്ടതും ബിയോടായി ചോദിച്ചു. ബി ദേഷ്യത്താൽ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ അമ്മയെയും ബി പോയ വഴിയും നോക്കി നിന്നു. മോള് വാ. അവളുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കണ്ട് വയനാട്ടിൽ വെച്ച് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. മോളിവിടെയിരിക്കെ, അമ്മ ഇപ്പൊ വരാം. അമ്മ ടേബിളിൽ ഇരിക്കുന്ന ഫോണെടുത്ത് അടുക്കള ഭാഗത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസുമായി അവളുടെ അരികിലേക്ക് വന്നു. അമ്മ ജ്യൂസ് നീട്ടിയതും അവളത് മടിയോടെ വാങ്ങിച്ചു. അമ്മേ, എവിടെയാള്? അമ്മ വിളിച്ചു പറയുമ്പോൾ ഓഫീസിൽ പപ്പടയെടുത്ത് ഞാനുമുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞതും ഞാനിങ്ങു പോന്നു. പപ്പയ്ക്കൊരു കോൺഫറൻസ് ഉണ്ട്, അതുകൊണ്ട് വന്നില്ല. അപ്പോഴാണ് അമ്മയ്ക്ക് പിന്നിലിരിക്കുന്ന അവളെ ആദി കണ്ടത്. അവൻ നേരെ അവളുടെ അരികിലേക്ക് നടന്നു. ഹായ്, ഞാൻ ആദി, ബി ചേട്ടന്റെ ബ്രദറാണ്. ശരിക്കും എന്തുണ്ടായേ? നിങ്ങളെ മാരേജ് കഴിഞ്ഞോ? അവൻ സംശയത്തോടെ ചോദിച്ചു. കഴിഞ്ഞു, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടാണോ ചേച്ചി എട്ടനെ കല്യാണം കഴിച്ചേ? എങ്ങനെയാ ആ IPS കാരനെ ചേച്ചി കെട്ടിയേ? IPSോ? അവൾ ഇരുന്നിടത്തുനിന്നും ചാടി എണീറ്റു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.